അപ്പൊ നമ്മൾ ഇൻഡെക്സ് 5ന്റെ ബികോം ഫസ്റ്റ് സെമസ്റ്ററിലെ ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറഞ്ഞ പ്രോബ്ലം പേപ്പർ ആണ് നമ്മൾ ഇന്നിവിടെ പഠിച്ചു തീർക്കാൻ പോകുന്നത്. ഈ പ്രോബ്ലം പേപ്പറിൽ എല്ലാ പ്രോബ്ലം കൂടി എല്ലാ തിയറിയും കൂടി പഠിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് 6 മാസം എടുത്താൽ നമുക്കിത് മൊത്തം കാണാപ്പാഠം പഠിച്ച് തീരില്ല അല്ലെ. അതിന് പകരമായിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ നമുക്ക് മൊത്തം 6 ബ്ലോക്കുകളിലായിട്ട് 14 യൂണിറ്റുകൾ മാത്രമാണ് പഠിക്കാൻ അല്ലെ. വെറും 6 ബ്ലോക്കിനുള്ളിൽ 14 യൂണിറ്റുകൾ. നമ്മൾ +2 ലെവലിൽ പഠിച്ചു വന്ന കാര്യങ്ങൾ തന്നെയാണ് ആദ്യത്തെ 4 ബ്ലോക്കിൽ പറയുന്നത്. പിന്നെ 2 ബ്ലോക്കിൽ പാർട്ട്ണർഷിപ്പിനെ കുറിച്ചും പറയുന്നുണ്ട്. അപ്പൊ ഈ ഒരു 6 ബ്ലോക്കിൽ നമ്മൾ എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് പഠിക്കേണ്ടത് എന്നുള്ളതിന്റെ ടോട്ടൽ ആയിട്ടുള്ള ഒരു സമ്മ് നിങ്ങൾക്ക് ഈ ഒരു ഒറ്റ ലൈവ് സെഷനിലൂടെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്തായിരിക്കും സുഖമായിട്ട് എക്സാമിന് പിന്നെ 2 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ എക്സാം വരാൻ പോവാണല്ലേ. അപ്പൊ എക്സാമിന്റെ മാർക്കിന്റെ ഒരു ബൂസ്റ്റർ ആണ് ശരിക്കും നമ്മളുടെ ക്ലാസ് എന്ന് പറയുന്നത്. അപ്പൊ എല്ലാവർക്കും ഹായ്, എല്ലാവർക്കും വെൽക്കം. അപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. അപ്പൊ നിങ്ങൾക്ക് അറിയാവുന്നതാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്. 6 ബ്ലോക്കുകളായിട്ടാണ് നമുക്ക് പഠിക്കാനുള്ളത്. എത്രയാണ്? 6 ബ്ലോക്കുകളായിട്ടാണ് നമുക്ക് എന്ത് പഠിക്കാനുള്ളത്, നമ്മുടെ ഈ ഒരു പേപ്പർ പഠിക്കാനുള്ളത്. മൊത്തം 6 ബ്ലോക്കുകൾ നമുക്ക് എന്തുണ്ട് ഇതിൽ പഠിക്കാൻ. എത്രയുണ്ട്? 6 ബ്ലോക്കുകൾ നമുക്ക് ഇതിൽ പഠിക്കാനുണ്ട്. എത്രയുണ്ട്? 6 ബ്ലോക്കുകൾ നമുക്ക് മൊത്തമായിട്ട് പഠിക്കാനുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് ഈ 6 ബ്ലോക്കിലും കൂടി നമുക്ക് എത്ര യൂണിറ്റ് ആണ് ആകെ പഠിക്കാനുള്ളത്? 6 ബ്ലോക്കിലും കൂടി നമുക്ക് 14 യൂണിറ്റുകളാണ് നമുക്ക് പഠിക്കാനുള്ളത് അല്ലെ. 14 യൂണിറ്റുകളാണ് നമുക്ക് പഠിക്കാൻ. ഈ 6 ബ്ലോക്കിലും കൂടി നമുക്ക് 14 യൂണിറ്റ് നമുക്ക് പഠിക്കാം. സോ നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത്? നമ്മൾ ഈ 6 ബ്ലോക്കിലും കൂടി ഈ 14 യൂണിറ്റ് നമ്മൾ എങ്ങനെ പഠിക്കും എന്നുള്ളതിന്റെ ഒരു ഫുൾ സ്ട്രാറ്റജി ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഓരോന്നായിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലെ. അപ്പൊ നിങ്ങൾ പറയും, നമുക്ക് ആദ്യം ഈ 6 ബ്ലോക്കിലും കൂടി നമുക്ക് മൊത്തം എത്ര പഠിക്കാനുണ്ട് എന്നുള്ളത് നമുക്ക് നോക്കണം. 6 ബ്ലോക്കിലും കൂടി നമുക്ക് മൊത്തം എന്തൊക്കെയാണ് പഠിക്കുന്നത്. അപ്പൊ നമ്മുടെ ഫസ്റ്റത്തെ ബ്ലോക്കിൽ നമുക്ക് എന്താണ് അക്കൗണ്ടിങ് എന്നുള്ളതാണ് നമുക്ക് ഫസ്റ്റ് ബ്ലോക്കിലൂടെ നമുക്ക് നോക്കാനുള്ളത്. എന്താണ് അക്കൗണ്ടിങ് എന്നുള്ളതാണ് നമുക്ക് ഫസ്റ്റ് ബ്ലോക്കിലൂടെ നമുക്ക് നോക്കാനല്ലേ. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യേണ്ടതുണ്ട്? അതിനുശേഷം നമുക്ക് എന്താണ് അക്കൗണ്ടിങ്ങിന്റെ പ്രോസസ് എന്ന് നോക്കണം. അക്കൗണ്ടിങ്ങിന്റെ പ്രോസസ് നോക്കണം. നമുക്കറിയാം അക്കൗണ്ടിങ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ബിസിനസിന്റെ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ എല്ലാം കൂടി എന്ത് ചെയ്യാണ്? റെക്കോർഡ് ചെയ്യുകയാണല്ലേ. എല്ലാ ട്രാൻസാക്ഷനും എന്ത് ചെയ്യില്ല? അക്കൗണ്ടിങ്ങിൽ റെക്കോർഡ് ചെയ്യില്ല. പകരം ഏത് ട്രാൻസാക്ഷൻസ് മാത്രമാണ് റെക്കോർഡ് ചെയ്യുക? ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് മാത്രമാണ് റെക്കോർഡ് ചെയ്യുക. അപ്പോൾ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷനുകളുടെ റെക്കോർഡിംഗ് എങ്ങനെയാണ്, എന്തൊക്കെയാണ് അതിന്റെ റൂൾസും കാര്യങ്ങളും എന്നുള്ളതൊക്കെയാണ് നമ്മളുടെ ഫസ്റ്റ് ബ്ലോക്കിലൂടെ നമുക്ക് നോക്കാല്ലേ. നമുക്ക് അവിടെ മെയിൻലി നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട ഒരു 4 ടോപ്പിക്കാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. ഈ ഒരു 4 ടോപ്പിക്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഫോക്കസ് ചെയ്താൽ മതി. ഈ ഒരു 4 ടോപ്പിക്കാണ് നമുക്ക് ഫസ്റ്റ് ചാപ്റ്ററിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ നോക്കാൻ. ഒന്നെന്ന് പറയുന്നത് എന്താണ് അക്കൗണ്ടിങ്ങിന്റെ മീനിങ് എന്നുള്ളതാണ്. എന്താണ് അക്കൗണ്ടിങ് എന്നുള്ളത് നമ്മൾ പഠിച്ചു വെക്കാം. നമുക്കറിയാം ഏതൊരു ബിസിനസ് എന്ന് പറയുന്നത് എന്താണ്? വലുതാവാം, ചിലപ്പോൾ ചെറുതാവാം. ചെറിയ ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ അവിടെ ചിലപ്പോൾ എന്തായിരിക്കും ഒരു 10ഓ 15ഓ അല്ലെങ്കിൽ ഒരു 100 ട്രാൻസാക്ഷൻസ് ഒക്കെ വരുള്ളൂ. അവിടെ നമ്മൾ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മാനുവൽ ആണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ എൻട്രി ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം? 100 നമുക്ക് മാനുവലി എഴുതി പ്രിപ്പയർ ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ ഓക്കെയാണ്, പ്രശ്നങ്ങളില്ല. നമുക്ക് ഇത് അക്കൗണ്ടിങ്ങോ കാര്യങ്ങളോ ഒന്നും വേണ്ട, നമുക്ക് എന്ത് ചെയ്യാം? ജസ്റ്റ് എഴുതി തന്നെ ചെയ്യാം. ബട്ട് നമ്മൾ ആലോചിച്ച് നോക്കൂ, വലിയൊരു കമ്പനി ആണെന്ന് വിചാരിക്കാം. ഞാൻ പ്രവർത്തിക്കുന്ന കമ്പനി ഒരു MNC കമ്പനിയാണ്. ഈ ഒരു MNC കമ്പനിയിൽ ഒരു ദിവസം തന്നെ 1 ലക്ഷത്തിലധികം ട്രാൻസാക്ഷൻസ് നടക്കുകയാണെന്നുണ്ടെങ്കിൽ, ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യാണ്, സാധനങ്ങൾ മാത്രമല്ല സർവീസും ആ. അങ്ങനെ ഉണ്ടാവുന്ന സമയത്ത് നമുക്ക് ഇതെല്ലാം കൂടി റെക്കോർഡ് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാം? മാനുവലി നമുക്ക് ചെയ്യുന്ന സമയത്ത്, അതായത് ഇന്ന രൂപയുടെ സാധനങ്ങൾ വിറ്റു, നമുക്ക് ഇതെല്ലാം കൂടി ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. അതും ഓരോന്നും തരം തിരിച്ചൊന്നും ചെയ്യില്ല, നമ്മളെല്ലാം നടന്ന് മൊത്തം എഴുതി വെക്കുകയാണ്. അതിൽ നിന്ന് നമുക്കൊരു ബിസിനസിനെ അനലൈസ് ചെയ്യാനോ അതിന് പ്രോഫിറ്റ് ആണോ ലാഭമാണോ നഷ്ടം ഒന്നും നോക്കാനും നമുക്ക് എന്ത് ചെയ്യില്ല, സാധിക്കില്ല. അങ്ങനെയുള്ള ഒരു അവസരത്തിലാണ് നമുക്ക് എന്ത് ഉപയോഗിക്കേണ്ട ആവശ്യം വരുന്നത്? അക്കൗണ്ടിങ് എന്ന് പറയുന്ന കാര്യം ഉപയോഗിക്കേണ്ടത്. ഈ അക്കൗണ്ടിങ് കൊണ്ട് നമുക്ക് ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറയുന്നത് ബിസിനസ്സിന് മാത്രമാണോ? അല്ല, ബിസിനസ്സുമായി അസോസിയേറ്റ് ചെയ്ത് വരുന്ന അതിന്റെ ഒരുപാട് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഉണ്ട്. ഈ സ്റ്റേക്ക് ഹോൾഡേഴ്സിനൊക്കെ എന്താണ് ഈ ഒരു ബിസിനസിന്റെ ഈ ഒരു അനാലിസിസ് ചെയ്യുന്നതുകൊണ്ട് ബെനിഫിറ്റ് മാത്രമേ ഉള്ളൂ. അവർക്ക് ഒന്നല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ എന്താണ് ഇത് ബെനിഫിഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ അത്തരത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് അതിൽ വരുന്നത് എന്നുള്ളതൊക്കെയാണ് നമുക്ക് ഫസ്റ്റത്തെ ബ്ലോക്കിലെ ഫസ്റ്റ് യൂണിറ്റിൽ നമുക്ക് നോക്കാനല്ലേ. അപ്പൊ അക്കൗണ്ടിങ് നമ്മൾ നോക്കുന്ന സമയത്ത് എന്താണ് അക്കൗണ്ടിങ് എന്നുള്ളതാണ് നമ്മൾ ഇതിന്റെ ആദ്യമായിട്ട് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. അപ്പൊ അക്കൗണ്ടിങ് എന്താണ് നോക്കുന്ന സമയത്ത് നമ്മൾ അതിന്റെ മീനിങ്, ഓക്കെ, എല്ലാവരും പഠിച്ചിട്ടുണ്ടാവുന്ന ഒരു മീനിങ് ആണ് അക്കൗണ്ടിങ്ങിന്റെ ഇതെന്ന് പറഞ്ഞത്. അക്കൗണ്ടിങ് ഈസ് ദ ആർട്ട് ഓഫ് റെക്കോർഡിംഗ്, classifying, summarizing in a significant manner in terms of money, transaction and events which are
in part at least of financial character and interpreting the result thereof. എന്താണ് പറഞ്ഞത്? അക്കൗണ്ടിങ്ങിൽ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. എന്താണ്? ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ ക്യാഷിന്റെ രൂപത്തിൽ ഇൻ ടേംസ് ഓഫ് മണിയിൽ നമുക്ക് അളക്കാൻ പറ്റുന്ന ട്രാൻസാക്ഷൻസ് മാത്രമേ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ? അക്കൗണ്ടിങ്ങിൽ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നുള്ളൂ. നമ്മൾ ഇങ്ങനെ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിനെ വീണ്ടും ക്ലാസിഫൈ ചെയ്യും. അപ്പൊ നമുക്ക് ഈ ഒരു ഡെഫിനിഷൻ മാത്രം നിങ്ങൾ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസിന് എന്ത് ചെയ്യാൻ പറ്റും? ആൻസർ ചെയ്യാൻ പറ്റും. ഇനി നിങ്ങളോട് അക്കൗണ്ടിങ്ങിന്റെ പ്രോസസ് ആണ് ചോദിക്കുന്നത് വിചാരിച്ചോ, നിങ്ങൾക്ക് ഇവിടെ ചെയ്യാൻ പറ്റും. ഇനി അക്കൗണ്ടിങ്ങിന്റെ സ്കോപ്പ് ആണ് ചോദിക്കുന്നത്, ഇത് തന്നെ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ക്ലാസിഫൈ ചെയ്യാൻ, റെക്കോർഡ് ചെയ്യാൻ, ഇന്റർപ്രറ്റ് ചെയ്യാൻ, അതുപോലെ തന്നെ റിസൾട്ട് കണ്ടുപിടിക്കാൻ, എന്തിന് എല്ലാ കാര്യത്തിനും എന്ത് ചെയ്യാം? ഈ അക്കൗണ്ടിങ് ഇൻഫർമേഷൻസ് ആണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് അല്ലേ? അപ്പൊ ഇതിനൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നതാണ്? ഈ ഒരു കാര്യം ഉപയോഗിക്കാം. എന്ത്? അക്കൗണ്ടിങ് ഉപയോഗിക്കാൻ സാധിക്കും. അപ്പോൾ അക്കൗണ്ടിങ്ങിന്റെ അത്തരത്തിലൊരു ടോട്ടൽ ബെനിഫിറ്റ് ആണ് നമുക്ക് എന്ത് ചെയ്യാൻ ഈ ഒരു ഒറ്റ ഡെഫിനിഷനിലൂടെ പറയുന്നത്. അപ്പൊ ഈ ഡെഫിനിഷൻ എല്ലാവരും ബൈ ഹാർട്ട് ആക്കി വെക്കണം. നമ്മൾ +2 ലെവലിൽ വരെ കൊമേഴ്സ് പഠിച്ചു വന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം, അവിടെ അക്കൗണ്ടിങ്ങിന് ഈ ഡെഫിനിഷൻ എല്ലാവരും കൃത്യമായിട്ട് പഠിക്കും. നമ്മൾ ഉറക്കത്തിലാണെങ്കിൽ പോലും പറയണമെന്ന് പറയുന്ന ഒരു ഡെഫിനിഷൻ ആണ്. അക്കൗണ്ടിങ് ഇസ് ദ ആർട്ട് ഓഫ് റെക്കോർഡിംഗ്, classifying and summarizing in a significant manner and in terms of money, transaction and event which are on part at least of financial character and interpreting the result thereof. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് എന്ത് ചെയ്യണം? മനസ്സിലാക്കി വെക്കണം. ഇനി ഈ ഒരു ഡെഫിനിഷൻ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? അക്കൗണ്ടിങ്ങിന്റെ പ്രോസസ് നമുക്ക് എഴുതാൻ പറ്റും. നമുക്കറിയാം, ഒരു ഫൈനാൻഷ്യൽ നേച്ചറിലുള്ള ട്രാൻസാക്ഷൻസ് ആണ് നമ്മൾ എവിടെ റെക്കോർഡ് ചെയ്യുന്നത്? നമ്മൾ അക്കൗണ്ടിങ്ങിൽ റെക്കോർഡ് ചെയ്യുക. ഫൈനാൻഷ്യൽ നേച്ചർ ട്രാൻസാക്ഷൻ നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ റെക്കോർഡ് ചെയ്തു. ഓക്കെ, ഫൈനാൻഷ്യൽ നേച്ചർ ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ് നമ്മൾ എന്ത് ചെയ്യുന്നതാണ്? റെക്കോർഡ് ചെയ്യും. അപ്പൊ റെക്കോർഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ, BA അറബിക്കിന് എല്ലാ സബ്ജക്റ്റുകളുടെ എന്തായിരിക്കും? ഫസ്റ്റ് നിങ്ങൾക്ക് എക്സാമിന്റെ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. സോ ഇപ്പൊ നമുക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന്റെ ക്ലാസ് ആണ്. ഇതുപോലെ എല്ലാ സബ്ജക്റ്റിന്റെ ക്ലാസ്സുകളും നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കുന്നതാണ്. സോ നമുക്ക് ബാക്ക് ടു നമ്മുടെ ക്ലാസ്സിലോട്ട് വരാം. അപ്പൊ ഇത്തരത്തിൽ നമ്മൾ എന്താണ്? എല്ലാ ട്രാൻസാക്ഷനും നമുക്ക് എന്ത് ചെയ്യാം? റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല. പകരം ഫൈനാൻഷ്യൽ ടേംസിലുള്ള ട്രാൻസാക്ഷൻസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? റെക്കോർഡ് ചെയ്യുന്നത്. സോ നമുക്ക് നോക്കാം എന്താണ് ഇവിടെ വരുന്നത് എന്നുള്ളത്. അതായത് അക്കൗണ്ടിങ്ങിൽ ആദ്യം നമ്മൾ ചെയ്യുന്നത് എന്തായിരിക്കും? ഒരു ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യുക. ക്യാഷിന്റെ രൂപത്തിൽ അളക്കാൻ പറ്റുന്ന ട്രാൻസാക്ഷൻ നമ്മൾ റെക്കോർഡ് ചെയ്യും. നമ്മൾ ഇത്തരത്തിൽ ആദ്യമായി റെക്കോർഡ് ചെയ്യുന്ന ബുക്സ് ഓഫ് അക്കൗണ്ടിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ജേണൽ എന്ന് പറയുന്നത്. ജേണലിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആദ്യമായിട്ട് ഒരു ട്രാൻസാക്ഷൻ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. എന്താണ്? ജേണലിലാണ് നമ്മൾ ആദ്യമായിട്ട് ഒരു ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യും. അപ്പൊ ജേണലിൽ നമ്മൾ എന്ത് ചെയ്തു? ആ ട്രാൻസാക്ഷനെ റെക്കോർഡ് ചെയ്യും. എങ്ങനെയാ റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവുക? അത് ക്യാഷിനുമായിട്ട് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്ന ഒരു ട്രാൻസാക്ഷൻ ആണോ നോക്കിയതിനു ശേഷം നമ്മൾ അതിനെ റെക്കോർഡ് ചെയ്തു. അത്തരത്തിൽ റെക്കോർഡ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും? അതിനെ ക്ലാസിഫൈ ചെയ്യും. നമുക്ക് മെയിൻലി 5 തരത്തിലുള്ള അക്കൗണ്ടുകൾ ഉണ്ട്. അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? ഈ 5 തരത്തിലുള്ള അക്കൗണ്ടുകളിൽ ഏതൊക്കെ അക്കൗണ്ടിലോട്ട് എന്തൊക്കെയാണ് പോകുന്നതിനനുസരിച്ച് നമ്മൾ ക്ലാസിഫൈ ചെയ്യും. ക്ലാസിഫൈ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തരം തിരിക്കുക. നമ്മൾ പണ്ട് 4ാം ക്ലാസ്സിലെ പരിസ്ഥിതി പാഠപുസ്തകത്തിലൊക്കെ കണ്ടിട്ടുണ്ടാവില്ലേ? കുറെ സാധനങ്ങൾ തന്നിട്ട് ജൈവ വസ്തു, അജൈവ വസ്തു എന്നൊക്കെ പറഞ്ഞ് നമുക്ക് തരം തിരിക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയായിരുന്നു? ജൈവ വസ്തു, അജൈവ വസ്തു. അതേപോലെ തന്നെയാണ് എന്തെന്ന് പറയുന്നത് ഇതും വരുന്നത്. അതേ എന്താണ്? നമ്മൾ ഓരോ ട്രാൻസാക്ഷന്റെ നേച്ചറും അതേ എൻട്രീസിന്റെ ഒക്കെ അടിസ്ഥാനത്തിൽ ഇത് ഏത് അക്കൗണ്ട് ആണ് എന്നുള്ള അടിസ്ഥാനം നമ്മൾ എന്ത് ചെയ്യും? തരം തിരിക്കുക അഥവാ ക്ലാസിഫൈ ചെയ്യും. ക്ലാസിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? സമ്മറൈസ് ചെയ്യും. ഒരേ നേച്ചർ വരുന്ന എല്ലാ ട്രാൻസാക്ഷനും നമ്മൾ എന്ത് ചെയ്യും? ഒരു അക്കൗണ്ടിൽ നമ്മൾ റെക്കോർഡ് ചെയ്യും. ഓക്കെ ഓക്കെ, താങ്ക്സ്. അറബിക്കിന്റെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുക. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക? എല്ലാ ട്രാൻസാക്ഷനും നമ്മൾ എന്ത് ചെയ്യും? ഇത്തരത്തിൽ ക്ലാസിഫൈ ചെയ്യില്ലേ? ഒരേ നേച്ചർ വരുന്ന ട്രാൻസാക്ഷനുകളൊക്കെ ഒരുമിച്ച് എഴുതും. എന്താണ്? ഇപ്പോ ക്യാഷുമായി ബന്ധപ്പെട്ടുള്ള ട്രാൻസാക്ഷൻസ് ഒക്കെ നമ്മൾ ഒരുമിച്ച് എഴുതി. അങ്ങനെ എഴുതി കഴിഞ്ഞിട്ട് നമ്മൾ ആ ഒരു മാസം അവസാനം നമ്മൾ അതിനൊരു സമ്മറി എടുക്കും. അല്ലെങ്കിൽ ഒരു ഇയർ എൻഡ് എന്ത് ചെയ്യും? അതിന്റെ സമ്മറി നമ്മൾ എടുക്കും. അഥവാ സമ്മറൈസ് ചെയ്യുന്നതാണ്. നമ്മൾ എന്ത് ചെയ്യും? 2 സൈഡും ടോട്ടൽ ചെയ്ത് നോക്കിയിട്ട് നമ്മൾ എങ്ങനെയാണ് ബാലൻസ് വരേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കി അതിൽ എത്രയാണ് ക്യാഷ് ബാലൻസ് നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആയിട്ടില്ല, അതായത് നമുക്ക് എത്ര ക്യാഷ് ബാലൻസ് ഉണ്ട്, അതിന് എത്ര ചെലവായിട്ടുണ്ട് നമ്മൾ നോക്കും. എന്നിട്ട് നമുക്ക് കറന്റ്ലി ഇപ്പോൾ എത്ര ബാലൻസ് ഉണ്ട് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യും? കണ്ടുപിടിക്കും. അതാണ് എവിടെ വരുന്നത്? നമ്മൾ ഈ സമ്മറൈസിംഗിൽ വരുന്നത്. ഇത്തരത്തിൽ സമ്മറൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ആ ട്രാൻസാക്ഷന്റെ റിസൾട്ട് നമ്മൾ കണ്ടുകിട്ടും. അപ്പൊ നമുക്ക് ഇത്ര ക്യാഷ് ബാലൻസ് ഉണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാണ്? അതിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ? നമ്മുടെ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് നോക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ക്യാഷ് സ്റ്റേറ്റ്മെന്റ് നോക്കുന്ന സമയത്ത് നമുക്ക് ഇനി നെസസിറ്റി ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള ഫണ്ട് ഉണ്ടോ, അല്ലെങ്കിൽ പർച്ചേസ് ആണ് നോക്കുന്നതെങ്കിൽ പർച്ചേസ് കൂടുതലാണോ, അല്ലെങ്കിൽ പർച്ചേസ് എത്ര ചെയ്തിട്ടുണ്ട് എന്നുള്ള നമുക്കൊരു റിസൾട്ട് കിട്ടും. ഈ റിസൾട്ട് നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് പല കാര്യങ്ങളും ഇപ്പൊ ചിലപ്പോൾ ഫോർകാസ്റ്റിംഗ് ആയിരിക്കാം, പ്ലാനിങ് ആയിരിക്കാം, അല്ലെങ്കിൽ ഫണ്ട് നമുക്ക് എന്ത് ചെയ്യാം? വേറൊരു കാര്യത്തിൽ യൂട്ടിലൈസേഷൻ ആവാം. അങ്ങനെ പലതിനും നമുക്ക് എന്ത് ഉപയോഗിക്കാൻ സാധിക്കും. ഈ റിസൾട്ട് പിന്നീട് നമ്മൾ എന്ത് ചെയ്യും? കമ്മ്യൂണിക്കേറ്റ് ചെയ്യും.
അപ്പൊ അവിടെയാണ് നമുക്ക് ഏത് വരുന്നത്, മൂന്നാമത്തെ നമ്മളുടെ ടോപ്പിക് അഥവാ യൂസേഴ്സ് ഓഫ് ഫിനാൻഷ്യൽ അല്ലെ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ. അതായത് നമ്മൾ അക്കൗണ്ടിങ്ങിൽ ചെയ്യുന്ന കാര്യങ്ങളുടെ ഇൻഫർമേഷൻ ആർക്കാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ള കാര്യം. അപ്പോ അവിടെ നോക്കൂ, എന്താണ് യൂസേഴ്സ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫർമേഷനിൽ നമ്മൾ ഈ റിസൾട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന പറഞ്ഞു. ഇപ്പൊ അക്കൗണ്ടിങ്ങിന്റെ സാധനങ്ങൾ ഉണ്ടാക്കി അതിന്റെ ഓണേഴ്സിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് മാത്രമാണോ, അല്ലെങ്കിൽ അവർ മാത്രമാണോ നമ്മുടെ യൂസേഴ്സ് എന്ന് പറയുന്നത്? അല്ല, ഒരുപാട് ആൾക്കാർക്ക് എന്തുണ്ട്, നമുക്ക് യൂസേഴ്സ് ഉണ്ട് അല്ലെ. അപ്പൊ ആരാണ് യൂസേഴ്സ് എന്നുള്ളത് നമുക്ക് അറിയേണ്ടതുണ്ട്. ആരൊക്കെ ആയിരിക്കും യൂസേഴ്സ്? ചിലപ്പോ ഈ യൂസേഴ്സിനെ നമ്മൾ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് വിളിക്കാറുണ്ട്. ഓക്കെ, പല ആൾക്കാർക്കും സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞ സമയത്ത് അല്ലെങ്കിൽ ആ ഒരു ടേം കേൾക്കുന്ന സമയത്ത് കൺഫ്യൂഷൻ ആവാറുണ്ട്. നമ്മളിപ്പോ എക്സാം പേപ്പർ ഒക്കെ ചെക്ക് ചെയ്യുന്ന സമയത്ത് സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ അവർ എഴുതി വെക്കുക ഷെയർ ഹോൾഡറെ കുറിച്ചായിരിക്കും. ഒരു ST ആണ്, SH ആണ്, ആ ഒരു വ്യത്യാസമുള്ളൂ. പക്ഷെ നമുക്ക് എപ്പോഴും കേട്ട് പരിചയമുള്ള ഒരു ടേം എന്ന് പറയുന്നത് ഷെയർ ഹോൾഡേഴ്സ് ആണ്. ഷെയർ ഹോൾഡേഴ്സിന് നമ്മൾ എന്താ ഓണേഴ്സ് എന്ന് പറയാറുണ്ട്. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ആണ്. ഒരു കമ്പനിയുടെ ഷെയർ, ഇക്വിറ്റി ഷെയർ ആണ് ഒരു വ്യക്തി ഹോൾഡ് ചെയ്യുന്നത്, അവരെ നമ്മൾ ഓണേഴ്സ് എന്ന് വിളിക്കണം. അപ്പൊ അവരെന്തായിരിക്കും ഓണേഴ്സ് അഥവാ ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുന്ന സമയത്ത് സ്റ്റേക്ക് ഹോൾഡേഴ്സ് വെച്ചാൽ ഓണേഴ്സിനെ എഴുതി വെക്കാറുണ്ട്. പക്ഷെ ഓണർ മാത്രമല്ല നമ്മളെ സംബന്ധിച്ച് എന്തെന്ന് പറയുന്നത് ഒരു സ്റ്റേക്ക് ഹോൾഡർ എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് ഒരുപാട് ആൾക്കാരുണ്ട്, അഥവാ എക്സ്റ്റേണൽ യൂസേഴ്സ് ഉണ്ടാവും, ഇന്റേണൽ യൂസേഴ്സ് ഉണ്ടാവും. ഇന്റേണൽ യൂസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരായിരിക്കും ഒരു ബിസിനസിനെ സംബന്ധിച്ച് ഇന്റേണൽ യൂസേഴ്സ് എന്ന് പറയുന്നത്? ഒന്ന് ഓണറാണ്. ഓക്കെ, ബിസിനസിന്റെ ഉള്ളിൽ നിന്ന് വരുന്ന ആൾ ഒന്ന് ഓണറാണ്. രണ്ടാമത്തെ വ്യക്തി എന്ന് പറഞ്ഞാൽ മാനേജ്മെന്റ് ആണ്. ഓക്കെ, മാനേജ്മെന്റ് ആണ് ഈ ഇൻഫർമേഷൻ ഒക്കെ വേണ്ടത്. കാരണം ഈ ഒരു ഇൻഫർമേഷനെ ബേസ് ചെയ്തിട്ടാണ് നമ്മളുടെ പ്രോഫിറ്റബിലിറ്റി സ്റ്റേറ്റ്മെന്റിനെ ബേസ് ചെയ്ത് അല്ലെങ്കിൽ ബാലൻസ് ഷീറ്റിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമുക്ക് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുന്നതല്ലേ. അതായത് നമുക്ക് എത്ര മാത്രമാണ് നമ്മളുടെ എന്ത് പ്രോഫിറ്റ്, നമ്മൾ ഇനി എന്തെങ്കിലും എക്സ്പാൻഷൻ ചെയ്യേണ്ടതുണ്ടോ, അല്ലെങ്കിൽ നമ്മൾക്ക് എന്ത് മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, ഒക്കെ ആരാ തീരുമാനിക്കുക? മാനേജ്മെന്റ് ആണ്. അപ്പൊ മാനേജ്മെന്റ് എന്താണ് ഈ ഇൻഫർമേഷൻ കിട്ടും. അപ്പൊ മാനേജ്മെന്റ് ആണ് എവിടെ വരുന്നത്? ഇന്റേണൽ യൂസേഴ്സിൽ വരുന്നത്. അടുത്തൊന്ന് പറയുന്നത് എക്സ്റ്റേണൽ യൂസേഴ്സ് ആണ്. ആരാണ്? എക്സ്റ്റേണൽ യൂസേഴ്സ് ആണ് അടുത്തൊരു പാർട്ടി. ഈ എക്സ്റ്റേണൽ യൂസേഴ്സ് എന്ന് പറഞ്ഞാൽ ആരാണ്? എക്സ്റ്റേണൽ യൂസേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരുപാട് ആൾക്കാരുണ്ട്. അതിൽ നമ്മളും പെടും. അതായത് നമ്മൾ എന്തൊരു ഇൻവെസ്റ്റർ ആണെന്ന് വിചാരിക്കുക, എനിക്ക് നല്ല പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ബിസിനസ് ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹമുണ്ട്. അപ്പൊ ഞാനും എന്താണ് അതിന്റെ ഒരു സ്റ്റേക്ക് ഹോൾഡർ ആണ്. കാരണം എനിക്കും അതിന്റെ പ്രോഫിറ്റ് ഒക്കെ നോക്കിയിട്ടാണ്. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? അദാനി ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാറുണ്ട്, അതേപോലെ XYZ അങ്ങനെ ഒരുപാട് ഫണ്ടിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാറുണ്ട്, ഇൻവെസ്റ്റ് ചെയ്യുന്നവരാണെന്ന്. അപ്പൊ നമ്മളൊക്കെ എന്താ നോക്കുക, ആ ബിസിനസിന്റെ ലാസ്റ്റ് ഒരു 5 years അല്ലെങ്കിൽ ലാസ്റ്റ് ഇയറിന്റെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് നമ്മൾ ചെക്ക് ചെയ്തിട്ട് അതിന് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്നുള്ള കാര്യമൊക്കെ നോക്കിയിട്ടായിരിക്കും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുക. എങ്കിൽ മാത്രം നമുക്ക് എന്തേ ഉള്ളൂ, അത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുള്ളൂ, കാരണം നമ്മുടെ ക്യാഷ് ആണ്. അപ്പൊ ഇൻവെസ്റ്റേഴ്സ് എന്താണ്? ഒരു എക്സ്റ്റേണൽ സ്റ്റേക്ക് ഹോൾഡർ ആണ്. പിന്നെ നമുക്കൊരു കാര്യം അറിയാം, നമ്മളൊക്കെ എന്ത് ചെയ്യായിരിക്കും? ഒരു ഡെമോക്രാസിയിലാണല്ലേ വർക്ക് ജീവിക്കുന്നത്. അപ്പൊ ഇവിടെ നമുക്കൊരു ഗവൺമെന്റ് ഉണ്ടായിരിക്കും. ഓക്കെ, ലോക്കൽ ആയിരിക്കാം, അല്ലെങ്കിൽ സ്റ്റേറ്റ് ആയിരിക്കും, സെൻട്രൽ ആയിരിക്കും, ഏതോ ഒരു ഗവൺമെന്റ് ഉണ്ട്. ഈ ഗവൺമെന്റ് എന്താണ് ഈ ബിസിനസിന്റെ കാര്യത്തിൽ വളരെ സൂക്ഷ്മമായിട്ട് ശ്രദ്ധിക്കുന്ന ആൾക്കാരാ. നമ്മൾ പറയുന്ന പോലെ കുറുക്കന്റെ കണ്ണ് വെച്ചിട്ട് ബിസിനസിനെ നോക്കുന്ന ആൾക്കാരാണ്. കാരണം എന്താണ്? ഗവൺമെന്റിന്റെ ഏറ്റവും വലിയ വരുമാനം എന്ന് പറയുന്നത് എന്താണ്? ടാക്സ് ആണ്. ഓക്കെ, അപ്പോ ഈ ബിസിനസ് ഇവരുണ്ടാക്കിയ ഇൻകത്തിന്റെ പുറത്ത് എന്ത് ചെയ്യേണ്ടതുണ്ട്? ടാക്സ് കൊടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരുടെ ഫൈനാൻഷ്യൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിൽ അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ ഇൻഫർമേഷൻസ് ഏറ്റവും കൂടുതൽ വീക്ഷിക്കുന്ന ഒരാൾ ആരായിരിക്കും? ഗവൺമെന്റ് ആയിരിക്കും. ഗവൺമെന്റ് എന്താണ് ഇതിൽ വളരെ അധികം നോക്കിയാണ്. പിന്നെ അടുത്തത് ലെൻഡേഴ്സ്. സെമിയിൽ പറഞ്ഞ പോലെ തന്നെ ലെൻഡേഴ്സ് എന്താണ് ഇതിൽ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എക്സ്റ്റേണൽ യൂസർ ആണ്. കാരണം എന്താ? ലെൻഡേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യത്തിനൊക്കെ ക്യാഷ് തന്നു. ഇപ്പൊ നമുക്ക് പ്രോഫിറ്റ് ഉണ്ടായാലും അവർക്ക് അത് തിരിച്ചു കിട്ടുള്ളൂ. ഒന്നാമത്. രണ്ടാമതായി നമ്മൾ എപ്പോഴും സിബിൽ സ്കോർ, ക്രെഡിറ്റ് സ്കോർ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെക്ക് ചെയ്യണം. അതൊക്കെ എന്താ? നമ്മുടെ റീപേയ്മെന്റ് സ്കീമെ നോക്കിയിട്ട് ഒരു ബാങ്കിലെ അത് അവരിടുന്ന ഒരു റാങ്കിങ് സ്കോർ ആണ്. കാരണം അതേപോലെ തന്നെയാണ് ബിസിനസിന്റെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആണ് ശരിക്കും എന്ത് തന്നെ ബിസിനസിന്റെ ക്രെഡിറ്റ് സ്കോർ അല്ലെങ്കിൽ സിബിൽ സ്കോർ എന്നുണ്ട്. അപ്പൊ പ്രോഫിറ്റ് പോസിറ്റീവ് ആണ്, നല്ലത് ഉണ്ട്, ഒരുപാട് കാലത്തോടെ നിലനിൽക്കുന്നുള്ളതാണ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് കാണുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായിരിക്കും? അവിടെ നമുക്ക് ഈ ലെൻഡേഴ്സ് എന്തെങ്കിലും ക്യാഷ് തരും. അല്ലാത്ത പക്ഷം അവർ തരില്ല. കാരണം പൊട്ടിപ്പോവാനുള്ള ഒരു ബിസിനസ്സിന് ആരെങ്കിലും ക്യാഷ് കൊടുക്കും? ഇല്ല. അപ്പൊ അത്തരത്തിലൊരു കാര്യം എന്തുണ്ട് അവിടെ ഉണ്ട്. അപ്പൊ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പൊ സെമിയിൽ പറഞ്ഞ വളരെ നല്ലൊരു പോയിന്റ് ആണ്. അപ്പൊ എല്ലാവരും അത് ഓർത്ത് വെക്കുക. ഇപ്പൊ നമ്മളെ പേര് പറഞ്ഞില്ലേ, അതായത് ഇൻവെസ്റ്റേഴ്സ് പറഞ്ഞു, ഗവൺമെന്റ് പറഞ്ഞു, ലെൻഡേഴ്സ് പറഞ്ഞു, തീർന്നോ? ഇനിയുണ്ട് സപ്ലയേഴ്സ്, റോ മെറ്റീരിയലും കാര്യങ്ങളൊക്കെ സപ്ലൈ ചെയ്ത് തരുന്ന അവരെന്താണ്? ഇതിൽ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഒരു പാർട്ടീസ് തന്നെയാണ്, അഥവാ ഒരു സ്റ്റേക്ക് ഹോൾഡർ ആണ് ആരെന്ന് പറയുന്നതും അവരെന്ന് പറയുന്നത്.
അവർ കഴിഞ്ഞോ? ഇല്ല. ഇനി അത്തരത്തിൽ നമുക്ക് നോക്കാം, ബിസിനസ്സുമായി കണക്ട് ചെയ്ത് വരുന്ന എല്ലാവരും തന്നെ എന്താ, ബിസിനസിന്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സാ. ഇവരെല്ലാം എന്ത് ചെയ്യുന്നു, ഒന്നല്ലെങ്കിൽ മറ്റൊരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ഈ ഫൈനാൻഷ്യൽ ഇൻഫർമേഷൻസ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏറ്റവും ചുരുങ്ങിയത് നമ്മൾ ഇത്രയും സ്റ്റേക്ക് ഹോൾഡേഴ്സിന്റെ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു വെക്കണം. നമുക്ക് എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഭാഗങ്ങളാണ്. അപ്പോൾ ഫസ്റ്റ് ബ്ലോക്കിൽ നമുക്ക് എന്താണ് മീനിങ് നമ്മൾ നോക്കണം, അക്കൗണ്ടിങ്ങിന്റെ പ്രോസസ് നോക്കണം. പ്രോസസ്സിൽ നോക്കേണ്ട മീനിങ് നമ്മൾ നേരത്തെ പറഞ്ഞു. പ്രോസസ്സ് എന്ത് ചെയ്യും, ആ മീനിങ്ങിൽ നമുക്ക് എഴുതാം. ആദ്യം നമ്മൾ എന്ത് ചെയ്യും, റെക്കോർഡ് ചെയ്യും. റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ എന്ത് ചെയ്യും, ക്ലാസിഫിക്കേഷൻ ചെയ്യില്ലേ. റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ ട്രാൻസാക്ഷൻ നമ്മൾ എന്ത് ചെയ്യും, ക്ലാസിഫിക്കേഷൻ ചെയ്യും. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, ക്ലാസിഫിക്കേഷൻ ചെയ്തിട്ട് വീണ്ടും നമ്മൾ അതിനെന്ത് ചെയ്യും, സമ്മറൈസ് ചെയ്യും. സമ്മറൈസ് ചെയ്തിട്ട് നമ്മൾ വീണ്ടും എന്താ ചെയ്യുക, സമ്മറൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ റിസൾട്ട് നമ്മൾ എടുക്കും. ഈ റിസൾട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഇങ്ങനെ ഒരു കണ്ടിന്യൂസ് പ്രോസസ് ആണ് എന്തെന്ന് പറയുന്നത്, അക്കൗണ്ടിങ്ങിന്റെ പ്രോസസ് എന്ന് പറയുന്നത്. ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള കാര്യമാണ് അക്കൗണ്ടിങ്ങിന്റെ പ്രോസസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായി, ഫസ്റ്റത്തെ നമ്മളുടെ ടോപ്പിക് കംപ്ലീറ്റ് ചെയ്തില്ലേ. അപ്പോൾ നമ്മൾ കുറച്ച് സമയത്തിനുള്ളിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങളിൽ പോകേണ്ടതാണ് നമ്മൾ ഇൻഡെപ്തിലോട്ട് പോകാത്തത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, ആ ഇൻഡെപ്ത് തന്നെ കാര്യങ്ങൾ നിങ്ങൾ ഒന്ന് ടെസ്റ്റ് നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടായിരിക്കും എങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, ഒന്ന് റീകോൾ ചെയ്തെടുക്കുക. ഇനി പഠിക്കാത്തവർക്ക് ഈ കാര്യങ്ങൾ നോക്കിയാൽ മതി. ഇനി ടെക്സ്റ്റ് ഒക്കെ നോക്കാൻ പോകാം അല്ലെങ്കിൽ മെറ്റീരിയൽ നോക്കി പഠിക്കാൻ ഒരുപാട് സമയം നമുക്ക് നഷ്ടമോ, അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പോകുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്താണ്, ബുക്ക് കീപ്പിംഗ് എന്താണെന്നുള്ളതാണ് ഒരു ടേം. ഓക്കെ, എന്താണ് ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്നത്? നമ്മൾ അക്കൗണ്ടിങ്ങിന്റെ പ്രോസസ്സ് പറഞ്ഞു. ഓക്കെ, പ്രോസസ്സ് പറഞ്ഞ സമയത്ത് നമ്മൾ ഡെഫിനിഷൻ വെച്ചിട്ടായിരുന്നു പറഞ്ഞത്. അക്കൗണ്ടിങ് എന്ന് പറയുന്നത് റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻ ആണ്, ക്ലാസിഫിക്കേഷൻ ഓഫ് ട്രാൻസാക്ഷൻ ആണ്, അതിനെ സമ്മറൈസ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു. ഓക്കെ, ഈ മൂന്ന് കാര്യങ്ങളും എന്താ ചെയ്യുക, ഓരോ അക്കൗണ്ടന്റും അയാളുടെ ബുക്സ് ഓഫ് അക്കൗണ്ട് എന്താണ്, അയാളുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ റെക്കോർഡ് ചെയ്യാണ് ചെയ്യുക. ഇതാണ് ശരിക്കും എന്തെന്ന് പറയുന്നത്, നമ്മളുടെ ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്നത്. ഈ മൂന്ന് പ്രോസസ്സും കൂടി ചേർന്നതാണ് ബുക്ക് കീപ്പിംഗ്. ഒരു അക്കൗണ്ടന്റ്, അവിടുത്തെ സീനിയറോ ജൂനിയറോ ആയാലും അവരെന്ത് ചെയ്യാണ്, ഈ ബുക്കും കാര്യങ്ങളൊക്കെ കെപ്റ്റ് ചെയ്യുകയാണ്. എന്തിനു വേണ്ടിയിട്ട്, ഒരു ട്രാൻസാക്ഷനെ റെക്കോർഡ് ചെയ്യുന്നതിന്, ക്ലാസിഫൈ ചെയ്യുന്നതിന്, സമ്മറൈസ് ചെയ്യുന്നത്. അതാണ് എന്തെന്ന് പറയുന്നത്, ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്നത്. എന്താണ്, അതിനാണ് നമ്മൾ ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്നത് അല്ലേ. ഓക്കെ, സെമിൽ എന്ന് പറയുന്നത് മിൻഹയാണ്. ഓക്കെ, മിൻഹ വെൽക്കം. അപ്പോ എന്താണ്, നമ്മൾ ബുക്ക് കീപ്പിംഗ് എന്താന്ന് പറഞ്ഞു അല്ലേ. ഓക്കെ, അപ്പൊ ബുക്ക് കീപ്പിംഗ് എന്ന് പറഞ്ഞത് നമ്മളിത് ഈ മൂന്ന് ആദ്യത്തെ നമ്മുടെ അക്കൗണ്ടിങ് പ്രോസസ്സിലെ ആദ്യത്തെ മൂന്ന് പ്രോസസ്സ് ഏതൊക്കെയാണ്, റെക്കോർഡിംഗ്, ക്ലാസിഫൈങ്, സമ്മറൈസിങ്. ഇത് മൂന്നും കൂടി ചേർന്നാണ് എന്തെന്ന് പറയുന്നത്, നമ്മുടെ അക്കൗണ്ടിങ്ങിൽ ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്ന ടേം. ഓക്കെ, അപ്പോൾ ബുക്ക് കീപ്പിംഗ് എന്താ നമ്മൾ നോക്കി വെക്കണം. പിന്നെ അക്കൗണ്ടിങ് ഇൻഫർമേഷൻസ് നമ്മൾ പറഞ്ഞു. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് എന്ന് പറയുന്നത് ജനറലി അക്സെപ്റ്റ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ അഥവാ ഗ്യാപ്പിനെ കുറിച്ചാണ്. നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടേം ആണ് ഗ്യാപ്പ് എന്ന് പറയുന്നത്. അതിൽ ഒരുപാട് അസംഷൻസും പ്രിൻസിപ്പിൾസും ഒക്കെ പറയുന്നുണ്ട്. പക്ഷെ ഒരുപാട് അസംഷൻസും പ്രിൻസിപ്പിളൊന്നും നമ്മൾ എന്ത് ചെയ്യണ്ട, നമ്മൾ ബൈഹാർട്ടാക്കി പഠിച്ചു വെക്കേണ്ട കാര്യമില്ല. പകരം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു 5-8 എന്ത് ചെയ്താൽ മതി, നമ്മൾ പഠിച്ചാൽ മതി. ആ ടെക്സ്റ്റോ അല്ലെങ്കിൽ നമ്മുടെ മെറ്റീരിയൽ, നമ്മുടെ സിലബസ് ഒക്കെ നോക്കിയാൽ ഒരുപാടെണ്ണം അതിലുണ്ട്. പക്ഷെ അതൊക്കെ നമുക്ക് ചില ടേംസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു യൂഷ്വലി നമ്മൾ പുറത്തിറങ്ങിയ സാധനമൊക്കെ വാങ്ങുന്നവരാണെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് എഴുതാൻ സാധിക്കും. അപ്പൊ അവിടെ നമ്മൾ നോക്കേണ്ടത് ഈ ജനറലി അക്സെപ്റ്റ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് എന്താണെന്നുള്ളത്. അതായത് എല്ലാവരും അക്കൗണ്ടിങ് ഒരേപോലെ ചെയ്താൽ മാത്രം എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, രണ്ട് ബിസിനസിനെ കമ്പാരിസൺ ചെയ്യണമെങ്കിൽ നമുക്ക് കമ്പാരിസൺ ചെയ്യാൻ സാധിക്കും. അല്ലാത്ത പക്ഷെ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ നമുക്ക് ആ കമ്പാരിസണോ കാര്യങ്ങളോ ഒന്നും പോസിബിൾ ആവില്ല, നമുക്ക് ഒരു കാര്യവും ചെയ്യാൻ പറ്റില്ല അല്ലെ. അപ്പോ എല്ലാ ട്രാൻസാക്ഷനും ഒരേപോലെ എന്ത് ചെയ്യുക, എല്ലാ ബിസിനസ്സും ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആദ്യ കാലങ്ങളിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഏതെന്ന് പറയുന്നത് ജനറലി അക്സെപ്റ്റ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് എന്ന്. നമ്മൾ ഇന്നും അതെന്ത് ചെയ്യുന്നു, ഫോളോ ചെയ്തു പോകുന്നു. ഈ ഒരു ഇതിൽ പറയുന്ന പ്രിൻസിപ്പിൾസിനെ, അസംഷൻസിനെ, കൺവെൻഷനൊക്കെ ബേസ് ചെയ്തിട്ടാണ് നമ്മളിത് ഇന്നും അക്കൗണ്ടിങ് കാര്യങ്ങളും ചെയ്യുന്നത്. നമുക്കറിയാം അക്കൗണ്ടിങ്ങിൽ നമ്മൾ എപ്പോഴും ഫോളോ ചെയ്യുന്ന ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന്റെ ഏറ്റവും വലിയ റൂള് അല്ലെങ്കിൽ ഏറ്റവും വലിയ പ്രിൻസിപ്പിൾ എന്നൊക്കെ നമുക്ക് നിസ്സംശയം പറയാൻ പറ്റുന്ന ഒരു റൂളാണ് ഏതെന്ന് പറയുന്നത് ഡ്യുവൽ ആസ്പെക്ട്സ് കൺസെപ്റ്റ് അഥവാ ഡബിൾ എൻട്രി പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഈ ഡബിൾ എൻട്രി പ്രിൻസിപ്പിളിന്റെ ബേസ് ആണ് നമ്മുടെ അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. എന്താണ് ഡബിൾ എൻട്രി പ്രിൻസിപ്പിൾ എന്ന, ഏതൊരു ട്രാൻസാക്ഷനും 2 എഫക്റ്റ് ഉണ്ടാവും എന്ന് പറയുന്നതാണ് എന്തെന്ന് പറയുന്നത് ഡബിൾ എൻട്രി പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് അല്ലെ. ഏതൊരു ട്രാൻസാക്ഷനും 2 എഫക്റ്റ് ഉണ്ട്, അതായത് ഒരു ഡെബിറ്റും ഒരു ക്രെഡിറ്റും ആർക്കുണ്ടെന്ന് പറയുന്നതാണ് നമ്മളുടെ അക്കൗണ്ടിങ്ങിൽ ഉണ്ട് എന്ന് പറയുന്നതാണ് എന്തെന്ന് പറയുന്നത് ഡബിൾ എൻട്രി പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അപ്പോ നമുക്ക് ഈ ഒരു 7 പ്രിൻസിപ്പിൾ ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മൾ പഠിച്ചു വെക്കണം. ഈ ഒരു 7 പ്രിൻസിപ്പിൾ ആണ് നിങ്ങൾ മെയിൻലി നോക്കേണ്ടത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള 3 ടോപ്പിക്കും ക്ലിയർ ആണല്ലോ. ഓക്കെ അല്ലേ, അപ്പൊ ആ 3 ടോപ്പിക്കും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പൊ ആ 3 ടോപ്പിക് എന്ത് ചെയ്യാം, നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ഈ ഒരു 3 ടോപ്പിക് ആദ്യം നിങ്ങൾ പഠിക്കണം.
അതിനുശേഷം നിങ്ങൾ നോക്കേണ്ടത് എന്ന് പറയുന്നത് ഏതാണ്? അതിനുശേഷം നിങ്ങൾ നോക്കേണ്ട ടോപ്പിക്സ് എന്ന് പറയുന്നത് ജനറലി അക്സെപ്റ്റ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ആണ്. ജനറലി അക്സെപ്റ്റ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത് ഗ്യാപ്പ് ആണ്. ഗ്യാപ്പിലെ ആദ്യത്തെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഏതാണ്? ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ് ആണ്. എന്താണ് ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ് 3 വേർഡ്സ് ആണല്ലേ. ബിസിനസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എന്തായിരിക്കാം ബിസിനസ് എന്ന് പറഞ്ഞാൽ? ആരെങ്കിലും ഒന്ന് കമന്റ് ചെയ്യൂ, എന്താണ് ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ആരെങ്കിലും ഒരാൾ പറയൂ, എന്താണ് ഒരു ബിസിനസ് എന്ന് പറഞ്ഞാൽ? എന്താണ് ബിസിനസിന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ? ആർക്കെങ്കിലും ഒക്കെ അറിയോ? സോറി ഗായ്സ്, ആരെങ്കിലും പറയൂ എന്താണ് ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ആർക്കെങ്കിലും അറിയോ ബിസിനസ്? നമ്മളൊരു സാധനം വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുന്നതാണെന്ന് പറയുന്നത് ബിസിനസ് എന്ന് പറയുന്നതല്ലേ. നമ്മളൊരു സാധനം വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനാണ് നമ്മൾ എന്ത് ചെയ്യുക? ബിസിനസ് എന്ന് പറയുന്നത്. ഈ ബിസിനസിന്റെ മെയിൻ ആയിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് എന്തായിരിക്കും? ലാഭം ഉണ്ടാക്കുക എന്നുള്ളതായിരിക്കും അല്ലെ. അപ്പോ ഈ ഒരു ബിസിനസ് തുടങ്ങുന്ന ഒരു ഓണറുടെ ലക്ഷ്യം എന്തായിരിക്കും? ലാഭം ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതിനിവിടെ പ്രസക്തി ഉണ്ടോ? പറയൂ, അതിനിവിടെ പ്രസക്തി ഉണ്ടോ? ഇല്ല. പക്ഷെ നമ്മൾ പറയുന്ന സമയത്ത് ബിസിനസിന്റെ പ്രധാനമായിട്ടുള്ള പ്രൈം ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ആണെന്ന് നമ്മൾ പറയും. അപ്പോ ഈ ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബിസിനസ് തുടങ്ങുന്നത് ആരായിരിക്കും? അതിന്റെ ഓണേഴ്സ് ആയിരിക്കും. അത് ക്യാപിറ്റലോ കൊണ്ടുവരുന്നത്. ഇപ്പൊ ഞാനൊരു ബിസിനസ് തുടങ്ങാൻ പോകണമെങ്കിൽ ഞാൻ അതിന്റെ ഓണർ എന്ന് പറഞ്ഞു. ഈ ഞാനും എന്റെ ബിസിനസ്സും രണ്ടുപേരും രണ്ടാണ്, സെപ്പറേറ്റ് ആണ് എന്ന് പറയുന്നതാണ് ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ആയിരിക്കും ഇവിടെ. അതായത് ബിസിനസ് ഞാനൊരു ഓണർ ആണെങ്കിൽ പോലും എന്നെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുക? ഒരു ക്രെഡിറ്റർ ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുക. കാരണം ഈ ബിസിനസ് ഒരു കാലത്ത് വൈൻഡപ്പ് ചെയ്യും. അതായത് നമ്മൾ നിർത്തി പോവുകയാണ്. ചിലപ്പോൾ നിർത്തണമെന്നൊന്നും ഇല്ല കേട്ടോ, നമ്മൾ കണ്ടിന്യൂ ചെയ്തിട്ട് നമ്മളുടെ തലമുറ, അതിന് ശേഷമുള്ള തലമുറ, അങ്ങനെയൊക്കെ എന്ത് ചെയ്യും? നമ്മൾ പോവും. പക്ഷേ ബിസിനസ് എന്താ ചെയ്യുക? നമ്മളെ എന്താണ് ഒരു ക്രെഡിറ്റർ ആയിട്ട്, ഇപ്പൊ മിനിഹ പറഞ്ഞ പോലെ നമ്മൾ ഒരു സ്ട്രേഞ്ചർ ആയിട്ട് ട്രീറ്റ് ചെയ്യും. എങ്ങനെ ട്രീറ്റ് ചെയ്യുക? ഒരു സ്ട്രേഞ്ചർ ആയിട്ട് നമ്മളെ ട്രീറ്റ് ചെയ്യും. കാരണം എന്താണ് നമ്മളെ സ്ട്രേഞ്ചർ ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ കാരണം? നമ്മൾ ഇത്തരത്തിൽ ആ ബിസിനസ് എൻഡ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മളല്ല വേറൊരാൾ എന്ത് ചെയ്യുക? ഒരു പാർട്ട്ണർഷിപ്പ് ഫേം ആണ് വിചാരിക്കുക, 10-12 പേര് തുടങ്ങിയാണ്. ഇപ്പൊ അതിൽ 2 പേര് പോയി എന്ന് വിചാരിക്കുക, ബാക്കിയുള്ളവർ അത് കണ്ടിന്യൂ ചെയ്യും. അപ്പൊ എപ്പോഴും ബിസിനസ് എന്ത് ചെയ്യും? അതിന്റെ ഓണറെ എന്തായിരിക്കും? ഒരു സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി അല്ലെങ്കിൽ സെപ്പറേറ്റ് പേഴ്സൺ ആയിട്ട്, ഒരു സ്ട്രേഞ്ചർ ആയിട്ട്, ഒരു ക്രെഡിറ്റർ ആയിട്ട് ട്രീറ്റ് ചെയ്യുന്ന പറയുന്നതാണ് ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ്. സിംപ്ലി നമ്മൾ പറയുക ബിസിനസ്സും ഓണറും രണ്ടുപേരും രണ്ടാണ് എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഏറ്റവും കീ കൺസെപ്റ്റ് എന്ന് പറയുന്നത് ബിസിനസ് അതിന്റെ ഓണറെ ഒരു സ്ട്രേഞ്ചർ ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ എന്താ ഒരു ക്രെഡിറ്റർ ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുക എന്ന് പറയുന്നതാണ് നമ്മൾ ഏതെന്ന് പറയുന്നത്? ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ് ക്ലിയർ ആണോ? ക്ലിയർ ആയവരൊക്കെ ഒന്ന് ഓക്കെ പറഞ്ഞേ. എല്ലാവരും ഓക്കെ പറയും. ക്ലിയർ ആണോ? ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ് ക്ലിയർ ആയി കഴിഞ്ഞാൽ എല്ലാവരും ഓക്കെ പറയാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മണി മെഷർമെന്റ് കൺസെപ്റ്റ് നമുക്ക് നോക്കാം. എന്താണ് ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ് എന്ന് നോക്കിയിട്ട് പറയൂ. ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? മണി മെഷർമെന്റ്. ഓക്കെ ആണ്, ക്ലിയർ ആണ്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ് ക്ലിയർ ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്താണ് മണി മെഷർമെന്റ് കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? മണി മെഷർമെന്റ് എന്റെ പേരിൽ തന്നെ ഉണ്ട്. എങ്ങനെയാണ്? ക്യാഷിന്റെ രൂപത്തിൽ നമ്മൾ മെഷർ ചെയ്യുന്നതാണെന്ന് പറഞ്ഞത് മണി മെഷർമെന്റ് കൺസെപ്റ്റ് എന്ന് പറയുന്നില്ല. അതായത് നമ്മൾ അക്കൗണ്ടിൽ എങ്ങനെയുള്ള ട്രാൻസാക്ഷൻസ് മാത്രമേ റെക്കോർഡ് ചെയ്യുകയുള്ളൂ? ക്യാഷിന്റെ രൂപത്തിൽ അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള ഡാറ്റാസ് മാത്രമേ നമ്മൾ എവിടെ റെക്കോർഡ് ചെയ്യുള്ളൂ? നമ്മൾ അതെ മോണിറ്ററി ട്രാൻസാക്ഷൻ, എനിക്ക് പറഞ്ഞോളെ മോണിറ്ററി ട്രാൻസാക്ഷൻ, മോണിറ്ററി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മോണിറ്റർ ചെയ്യാൻ പറ്റുന്നല്ലേ? നമ്മളൊക്കെ പറയാറുണ്ട് എന്റെ യൂട്യൂബ് ചാനൽ എന്ത് ചെയ്ത് മോണിറ്റൈസ് ആയി എന്നൊക്കെ പറയുന്നത്. അതാണ് മെഷർ ക്യാഷിന്റെ രൂപത്തില് US$ൽ എന്ത് ചെയ്യാനുണ്ട്? അതിന്റെ അതിലെ എത്ര വാച്ചവറൊക്കെ വെച്ച് നമുക്ക് ഫണ്ട് കിട്ടാൻ തുടങ്ങി. അതേപോലെ തന്നെയാണ് ബിസിനസ്സിലും ക്യാഷിന്റെ രൂപത്തിൽ അളക്കാൻ പറ്റുന്ന ട്രാൻസാക്ഷൻസ് മാത്രമേ എവിടെ റെക്കോർഡ് ചെയ്യുള്ളൂ? നമ്മളുടെ എവിടെ റെക്കോർഡ് ചെയ്യുള്ളൂ? നമ്മുടെ അക്കൗണ്ടിങ്ങിൽ നമ്മൾ റെക്കോർഡ് ചെയ്യും. അല്ലാത്ത ഒരു ട്രാൻസാക്ഷനും നമ്മൾ റെക്കോർഡ് ചെയ്യാം. ഫോർ എൻ എക്സാമ്പിൾ പറയുക, എന്റെ ബിസിനസ്സിൽ എന്തുണ്ട്? നല്ലൊരു മാനേജർ. ബിസിനസ് തുടങ്ങിയ 10 വർഷം മുമ്പ്, 10 വർഷം മുമ്പ് തന്നെ മാനേജറായി നിന്നിട്ട് ഇപ്പോഴും കണ്ടിന്യൂ പോകുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ ഈ 2025 ജൂൺ മാസത്തിൽ എന്ത് ചെയ്യാണ്? അദ്ദേഹം നമ്മുടെ ബിസിനസ്സിൽ നിന്ന് എന്ത് ചെയ്യണം? പോവുകയാണെന്ന് വിചാരിക്കാം. അദ്ദേഹം വിടവാങ്ങി പോവാണ്. പക്ഷെ എന്നെ സംബന്ധിച്ച്, ബിസിനസിനെ സംബന്ധിച്ച് വലിയൊരു തീരാ നഷ്ടം തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത്. പക്ഷെ എനിക്കിത് എന്ത് ചെയ്യാൻ പറ്റില്ല? എന്റെ ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ അല്ലെങ്കിൽ എന്റെ അക്കൗണ്ടിങ് ചെയ്യുന്ന സമയത്ത് എനിക്ക് റെക്കോർഡ് ചെയ്യാൻ സാധിക്കില്ല. അതിന് കാരണം എന്താണ്?
മണി മെഷർമെന്റ് കൺസെപ്റ്റ് അഥവാ മണി മെഷർമെന്റ് പ്രിൻസിപ്പിൾ ആണ്. കാരണം എന്താണ്, നമ്മൾ ക്യാഷിന്റെ രൂപത്തിലുള്ള ട്രാൻസാക്ഷൻസ് മാത്രം റെക്കോർഡ് ചെയ്യും, അല്ലാത്ത ഒരു ട്രാൻസാക്ഷൻ നമുക്ക് എന്ത് ചെയ്യാൻ റെക്കോർഡ് ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് നമുക്ക് ഇത്തരത്തിൽ നല്ലൊരു മാനേജറാണ് നമ്മുടെ ബിസിനസ് ഇത്തരം വളർത്തിയ മാനേജർ, പക്ഷെ ആ മാനേജറുടെ പോക്ക് നമുക്ക് റെക്കോർഡ് ചെയ്യാൻ സാധിക്കില്ല. അതേപോലെ തന്നെ ഇപ്പൊ നമുക്കൊരു എംപ്ലോയിയുടെ ബുദ്ധി നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ അയാളുടെ സൗന്ദര്യം നമുക്ക് റെക്കോർഡ് ചെയ്യാൻ സാധിക്കില്ല. അതായത് ക്വാണ്ടിറ്റേറ്റീവ് ടേംസിൽ ക്യാഷിന്റെ രൂപത്തിൽ അളക്കാൻ പറ്റുന്ന ട്രാൻസാക്ഷൻസ് ആണ് നമ്മൾ എവിടെ റെക്കോർഡ് ചെയ്യുക, അക്കൗണ്ടിങ്ങിൽ റെക്കോർഡ് ചെയ്യുക എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ ആണ് മണി മെഷർമെന്റ് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, മണി മെഷർമെന്റ് കൺസെപ്റ്റ് ഓക്കെ ആണോ, ക്ലിയർ ആണോ? എന്താണ് എല്ലാവരും പെട്ടെന്ന് പറയൂ, മണി മെഷർമെന്റ് കൺസെപ്റ്റ് നിങ്ങൾക്ക് ക്ലിയർ ആണോ? ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ എല്ലാവരും എന്ത് ചെയ്യുക, ക്ലിയർ ആണെന്ന് പറയാ. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഫസ്റ്റ് ബ്ലോക്കിൽ ഉണ്ടാവുന്ന ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ചോദിക്കാം. എന്താണ് മണി മെഷർമെന്റ് കൺസെപ്റ്റ്? ഓക്കെ, ക്ലിയർ ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് കൺസെപ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഏതാണ്? ഗോയിങ് കൺസേൺ കൺസെപ്റ്റ് ആണ്. എന്താണ് ഗോയിങ് കൺസേൺ? ഗോയിങ് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? എന്താണ് ഗോയിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഗോ, വെൻ, ഗോൺ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. എന്താണ് ഗോയിങ് എന്ന് പറഞ്ഞാൽ പറയും, എന്താണ് ഗോയിങ് എന്ന് പറയുന്നത്? എല്ലാവരും ഒന്ന് പറയും. നിങ്ങൾക്ക് അറിയുന്ന ടേംസിൽ പറഞ്ഞാൽ മതി. എന്താണ് ഗോയിങ് എന്ന് പറഞ്ഞാൽ? അക്കൗണ്ടിങ്ങിന്റെ ടേം ഒന്നും അല്ല കേട്ടോ. ഗോയിങ് എന്ന് പറഞ്ഞ വേർഡിന്റെ മീനിങ് എന്താണെന്നാണ് ചോദിക്കുന്നത്. പറയൂ, ആരെങ്കിലും ഒരാൾ പറയൂ എന്താണ് ഗോയിങ്. അപ്പൊ നമുക്ക് മുന്നോട്ട് പോകണല്ലേ, നമുക്ക് മുന്നോട്ട് പോകണ്ടേ. അപ്പൊ എന്താണ് ഗോയിങ് എന്ന് പറഞ്ഞത്? അതായത് മിനിഹ പറഞ്ഞ ഇൻഡെംനിറ്റി ലൈഫാണ്. അത് നമ്മളുടെ പ്രിൻസിപ്പിളിലോട്ട് പറഞ്ഞു. ഞാൻ ചോദിച്ചത് ഗോയിങ് എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ്. പോവുക, മുന്നോട്ട് പോവുക എന്നൊക്കെ പറയുന്നത് അല്ലെ. അതാണ് ഇവിടെയും ശരിക്കും സംഭവിക്കുന്നത്. അതായത് നമ്മൾ കൂടുതലായിട്ട് എന്ത് ചെയ്യാ, ബിസിനസ് ആസ് ആൻ ഇൻഡെഫിനിറ്റ്. ഫഹ്മിദ പറയുന്നു മുഫീദയാണ്. നമ്മൾ ചോദിച്ച ആൻസർ ഉത്തരം പറഞ്ഞ മുഫീദയാണ്, പോവുക എന്നുള്ളതാണ്. മുബീനയും പറഞ്ഞു പോവുക, അതായത് മുന്നോട്ട് പോവണം അല്ലെ. ഇപ്പൊ ഞാനും ഇപ്പൊ നമ്മളുടെ ഫഹ്മിദ വന്നിട്ടുണ്ട്. ഫഹ്മിദയും അതുപോലെ തന്നെ മിൻഹയും മുബീനയും കൂടി ചേർന്ന് 3 പേരും കൂടി ചേർന്നിട്ട് എന്ത് ചെയ്താൽ നമ്മുടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല അല്ലെ. എന്നാ കുറച്ച് കഴിഞ്ഞ സമയത്ത് മുബീനയ്ക്ക് തോന്നുകയാണ് ഇനി ഇതിൽ കണ്ടിന്യൂ ചെയ്യുന്നില്ല, എന്ത് ചെയ്യാ, എനിക്ക് മടുത്തു, ബിസിനസ് ഒക്കെ ചെയ്ത് മടുത്തു, ഇനി ഞാൻ എന്താ സ്വസ്ഥമായിട്ട് ഞാൻ ജീവിക്കാൻ പോവാണ്, ഒരു കാര്യങ്ങളില്ല, എനിക്ക് മറ്റു ബാധ്യതകളൊന്നും, ഞാൻ സ്വസ്ഥമായിട്ട് ജീവിക്കാൻ പോവാണ്. മുബീന അങ്ങനെ തീരുമാനിച്ചു. ഇങ്ങനെ തീരുമാനിക്കുന്ന സമയത്ത് ഇവിടെ എന്ത് സംഭവിക്കാം? അവിടെ ബിസിനസ്സിൽ ഒരാൾ പോയി. നോർമൽ കേസിൽ നമ്മൾ എന്താ ചിന്തിക്കാം, ബിസിനസ് പൂട്ടേണ്ടി വരുന്നില്ലേ? പക്ഷേ ബിസിനസ് അവിടെ പൂട്ടില്ല. കാരണം 2 കാരണമുണ്ട്. ഓക്കെ, അതായത് ഇന്റർ കണക്റ്റഡ് ആവാണ് പ്രിൻസിപ്പിൾ കേട്ടോ. ഒന്ന് നമ്മൾ പറഞ്ഞു, ബിസിനസ്സും അതിന്റെ ഓണർ സെപ്പറേറ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഓണർ പോയി കഴിഞ്ഞാൽ എന്താവില്ല, ബിസിനസിനെ അത് എഫക്ട് ചെയ്യില്ല. ബിസിനസ് മസ്റ്റ് ബി ഗോ ഓൺ. ഒരു സിനിമയില് സർക്കസിൽ, ദിലീപിന്റെ ഒരു സിനിമയിൽ ഉണ്ടായിരുന്ന സർക്കസിൽ എന്ത് സംഭവിച്ചാലും ദ സർക്കസ് മസ്റ്റ് ബി ഗോ ഓൺ എന്ന് പറഞ്ഞു. അതേപോലെ തന്നെയാണ് നമ്മുടെ എന്ത് ചെയ്യാം, ബിസിനസ് ആർക്ക് എന്ത് സംഭവിച്ചാലും ബിസിനസ് മസ്റ്റ് ബി ഗോ ഓൺ എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ ആണ് ഗോയിങ് കൺസേൺ കൺസേൺ. അതായത് ഇപ്പൊ നമ്മൾ തുടങ്ങാറുണ്ട്, എല്ലാ ബിസിനസ്സിനും ഈ ഒരു പ്രിൻസിപ്പിൾ ബാധകമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. ഫോർ ആൻ എക്സാമ്പിൾ പറയുക, പാർട്ട്ണർഷിപ്പ് ഉണ്ട്. ഈ പാർട്ട്ണർഷിപ്പ് എന്താ, 2 അതിലധികമോ വ്യക്തികൾ ഒരു പ്രത്യേക ലക്ഷ്യത്തോട് കൂടിയിട്ട് എന്താണ്, കോമൺ ഇൻട്രസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ പരസ്പരം പ്രോഫിറ്റ് ഷെയർ ചെയ്തു കൊള്ളാം എന്നുള്ള ഇതിന്റെ ആ ഒരു പ്രോമിസിന്റെ അടിസ്ഥാനത്തിൽ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു പാർട്ട്ണർഷിപ്പ് നമ്മൾ എന്ത് ചെയ്യണം, ഒരു പാലം പണിയുന്നതിന് വേണ്ടിയിട്ട്, ഒരു 5 ഇയേഴ്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു പാർട്ട്ണർഷിപ്പ് എന്ത് ചെയ്യുന്നത്, നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് വിചാരിക്കാം. അങ്ങനെ ഉണ്ടാവുന്ന കേസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇത് ഗോയിങ് ആണ് നമുക്ക് പറയാൻ, അല്ലെങ്കിൽ ഗോയിങ് കൺസേൺ കൺസെപ്റ്റ് എന്നുള്ള പ്രിൻസിപ്പിൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണ്, 5 വർഷം കഴിയുമ്പോൾ എന്ത് ചെയ്യും, ആ ഒരു ഇത് അവസാനിക്കും. പക്ഷേ ഇവിടെ ശരിക്കും നമുക്ക് ആ പ്രിൻസിപ്പിൾ ആപ്ലിക്കബിൾ ആണെന്ന് ചോദിച്ചാൽ ആപ്ലിക്കബിൾ ആണ്. 5 വർഷം കഴിയുന്നവരെ അതിൽ ഏത് പാർട്ട്ണർ പോയാലും എന്ത് ചെയ്യും, ഈ ഒരു ബിസിനസ് 5 വർഷം കണ്ടിന്യൂ ചെയ്യും. അതാണ് എന്ന് പറയുന്നത് ഗോയിങ് കൺസേൺ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഓക്കെ, പറയൂ, ക്ലിയർ ആണോ? ഗോയിങ് കൺസേൺ കൺസെപ്റ്റ് നിങ്ങൾക്ക് ക്ലിയർ ആണോ? പറയൂ. ഈ ഒരു പ്രിൻസിപ്പിളിലൂടെ നോക്കിയിട്ട് വേണം നമുക്ക് അക്കൗണ്ടിങ്ങിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ തന്നെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് സെക്കൻഡ് ബ്ലോക്കിൽ നോക്കാനുണ്ട്. നമ്മൾ ഒരുപാട് സമയം കളയുന്നില്ല. പറയൂ. ഓക്കെ, മുഫി പറയുന്നു ക്ലിയർ ആണ്. ഓക്കെ, അപ്പോ എന്താണ്, നമ്മള് ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ് നോക്കി. എന്താണ് ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ് നോക്കി, മണി മെഷർമെന്റ് കൺസെപ്റ്റ് നമ്മൾ നോക്കി, അതിനുശേഷം ഗോയിങ് കൺസേൺ കൺസെപ്റ്റ് നോക്കി. 3ഉം ക്ലിയർ ആണ്.
ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാല് അക്കൗണ്ടിങ് പീരീഡ് കൺസെപ്റ്റ് ആണ്. അക്കൗണ്ടിങ് പീരീഡ് കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഇവിടെ നമ്മളോട് പറയുകയാണ് അക്കൗണ്ടിങ് നമ്മൾ ചെയ്യുക. ഇപ്പോ ഒരു ബിസിനസ്, ഓക്കെ, ഇപ്പോ എ എന്ന് പറയുന്ന ഒരു ബിസിനസ്, ആ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ട് 5 വർഷമായി. ഇപ്പൊ അതിന്റെ ഓണർ നോക്കാണ് ഈ വർഷം കണ്ട് എന്ത് ചെയ്യാം, അതിന്റെ അക്കൗണ്ടിങ്ങിന്റെ റെക്കോർഡൊക്കെ നമുക്കൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം. ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. അതായത് നമുക്ക് 5 വർഷത്തേക്ക് നോക്കുക എന്ന് പറഞ്ഞാൽ വലിയ ബൾക്ക് ആയിട്ടുള്ള ഡാറ്റാസ് ഉണ്ടാവില്ല, നമുക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ട്. അങ്ങനെയുള്ള സിറ്റുവേഷൻ നമ്മൾ എന്താ ചെയ്യുക, ഓരോ വർഷത്തെ ചെയ്യാൻ ശ്രമിക്കണം. അതുകൊണ്ട് തന്നെ അക്കൗണ്ടിങ്ങിൽ ഇങ്ങനെ ചെയ്യുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് തന്നെ അവിടെ ഒരു പ്രിൻസിപ്പിൾ ഉണ്ട്. അക്കൗണ്ടിങ് നമ്മൾ ചെയ്യുന്നതിന് ഒരു കൃത്യമായിട്ടുള്ള പീരിയഡ് ഉണ്ടായിരിക്കും. നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, കൊമേഴ്സുകാരാണ് അല്ലെങ്കിൽ ബികോമുകാരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡിസംബർ 31 അല്ല നമ്മുടെ ന്യൂ ഇയർ എന്ന് പറയുന്നത്, പകരം ഏതാണ്, മാർച്ച് 31 ആണ് നമ്മൾ പറയാറുണ്ട്. ഓക്കെ, നമ്മൾ എന്താണ് മാർച്ച് 31 ആണെന്ന് പറയുന്നത്. അതായത് നമ്മളുടെ അക്കൗണ്ടിങ് പീരീഡ് എന്ന് പറയുന്നത് 1 ഏപ്രിൽ 2000 ഏതാണോ വർഷം, ഇപ്പൊ നമ്മൾ നോക്കി വെച്ചാൽ 2024 മുതൽ 31 മാർച്ച് 2025 ഇതായിരിക്കും നമ്മളുടെ ഇപ്പൊ കഴിഞ്ഞു പോയി. ഇപ്പൊ ഇന്ന് എത്രാം തീയതിയാണ്, ഇന്ന് ജസ്റ്റ് 4-ാം തീയതി ആയിട്ടുള്ളൂ. അപ്പൊ ഇതിന് മുമ്പൊക്കെ ഇപ്പൊ ലാസ്റ്റ് 4 ദിവസം മുമ്പ് കഴിഞ്ഞു പോയത് ഏതാണ്, ഈ ഒരു അക്കൗണ്ടിങ് പീരീഡ് ആണ്. അപ്പോ ഇപ്പൊ നമുക്ക് നിലവിലുള്ള അക്കൗണ്ടിങ് പീരീഡ് ഏതാണെന്ന് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ 1 ഏപ്രിൽ 2025 ടു എവിടെയായിരിക്കും 31 മാർച്ച് 2026. ഇതാണ് നമ്മളുടെ കറണ്ട് അക്കൗണ്ടിങ് പീരീഡ് എന്ന് പറയുന്നത്. ഈ അക്കൗണ്ടിങ് പീരീഡിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യും, ഈ അക്കൗണ്ടിങ് പീരീഡിൽ തന്നെ നമ്മൾ റെക്കോർഡ് ചെയ്യണം എന്ന് പറയുന്ന കൺസെപ്റ്റ് കൂടിയാണ് ഇവിടെ എന്ന് പറയാം. അതായത് അക്കൗണ്ടിങ് പീരീഡ് എന്ന് പറയുന്നത് ഒരു 12 months പീരീഡ് ആണ്. ഓക്കെ, എന്താണ് ഒരു 12 months പീരീഡ് ആണ്. ഇത് എപ്പോ സ്റ്റാർട്ട് ചെയ്ത് എപ്പോ എൻഡ് ചെയ്യുന്നതാണ് പറയുന്നത്. ഇനി നമ്മൾ പ്രോബ്ലം ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് വേറെ രീതിയിൽ വരണ്ടേ, 1 ജനുവരിയിൽ വന്നിട്ട് എന്ത് ചെയ്യാം 31 ഡിസംബറിൽ എൻഡ് ചെയ്യുന്ന സിറ്റുവേഷൻ വരാണ്. അത് തെറ്റല്ല, അങ്ങനെ 12 months പീരീഡ് ആയിരിക്കും. ഈ 12 months പീരീഡ് എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. നമ്മളിവിടെ നോർമലി പറയുമ്പോൾ 1 ഏപ്രിൽ ആണ് നമ്മൾ പറയും. അപ്പോ അങ്ങനെ എന്ത് ചെയ്യാം, നിങ്ങൾ ഈ ഒരു അക്കൗണ്ടിങ് പീരീഡ് കൺസെപ്റ്റും പഠിച്ചു വെക്കാം. ഓക്കെ അല്ലേ? അപ്പൊ 1 ഏപ്രിൽ ടു മിനിക്ക പറഞ്ഞ പോലെ 1 ഏപ്രിൽ ടു 31 മാർച്ച് വരെയാണ് നമ്മുടെ അക്കൗണ്ടിങ് പീരീഡ് വരുന്നത്. അതാണ് എന്തെന്ന് പറയുന്നത് അക്കൗണ്ടിങ് പീരീഡ് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. സിമ്പിൾ അക്കൗണ്ടിങ് പീരീഡ് കൺസെപ്റ്റ്. ഇനി അടുത്തത് ഡ്യുവൽ ആസ്പെക്ട് കൺസെപ്റ്റ്. ഏതൊരു ട്രാൻസാക്ഷൻ നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന സമയത്തും അത് ക്യാഷിന്റെ രൂപത്തിൽ അളക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അതിന് 2 ആസ്പെക്ട്സ് ഉണ്ടാവും. വൺ ഈസ് റിസീവിംഗ് ആസ്പെക്ട്സ് ആൻഡ് വൺ ഈസ് ഗീവിംഗ് ആസ്പെക്ട്. ഒന്ന് കിട്ടുമ്പോൾ നമ്മൾ മറ്റൊന്ന് കൊടുത്തിട്ടുണ്ടായിരിക്കും. ബിസിനസ്സിൽ അങ്ങനെ തന്നെയാ, കിട്ടുമ്പോൾ കൊടുക്കണം, കിട്ടുമ്പോൾ കൊടുക്കണം, അല്ലെങ്കിൽ കൊടുക്കുമ്പോൾ കിട്ടണം. അല്ലാതെ നമ്മളൊരു പരിപാടി അവിടെ അല്ല ബിസിനസ്സിൽ, അതായത് ഫ്രീ ആയിട്ട് കൊടുക്കുന്ന ഒരു പരിപാടി ബിസിനസ്സില്ല, കൊടുത്തു കഴിഞ്ഞാൽ കിട്ടണം. അതായത് ഡെബിറ്റും ക്രെഡിറ്റും ഉണ്ടായിരിക്കും. ഏതൊരു ട്രാൻസാക്ഷൻ അതിനൊക്കെ ഒരു ഡെബിറ്റ് ഉണ്ടെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആൻഡ് ഈക്വൽ ആയിട്ടുള്ള ക്രെഡിറ്റ് ഉണ്ടാവും. അതായത് 500 രൂപ നമ്മൾ ഡെബിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കറസ്പോണ്ടിങ് ആൻഡ് ഈക്വൽ ആയില്ല 500 രൂപയുടെ തന്നെ നമുക്ക് എന്തുണ്ടായിരിക്കും, നമുക്ക് ക്രെഡിറ്റ് ഉണ്ടായിരിക്കും. അതാണ് എന്തെന്ന് പറയുന്നത് ഡ്യുവൽ ആസ്പെക്ട്സ് കൺസെപ്റ്റ്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാല്ലേ. അപ്പൊ ഡ്യുവൽ ആസ്പെക്ട്സ് കൺസെപ്റ്റ് നിങ്ങൾ നോക്കാം. നെക്സ്റ്റ് കോസ്റ്റ് കൺസെപ്റ്റ് ആണ്. നമ്മൾ എന്താ കോസ്റ്റ് കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ്റ്റ് ആയിരിക്കും നമ്മൾ എന്തായിരിക്കും റെക്കോർഡ് ചെയ്യുന്നത്. അതായത് നമ്മൾ പ്രോഫിറ്റ് ബേസ്ഡ് അല്ല നമ്മൾ എന്ത് ചെയ്യുന്നത് റെക്കോർഡ് ചെയ്യാം. അതായത് നമുക്കിപ്പോ സെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് നടന്നിരുന്നത് അതിലൊക്കെ എന്തായിരിക്കും നമ്മളൊരു പ്രോഫിറ്റ് മാർജിൻ കൂടി നമ്മൾ ആഡ് ചെയ്യണം. ഇപ്പോ നമ്മൾ ഒരു മെഷീനറി പർച്ചേസ് ചെയ്ത് വിചാരിക്കാം, ആ മെഷീനറിക്ക് നമുക്ക് ഉണ്ടായിരിക്കുന്ന ആക്ച്വൽ കോസ്റ്റ് എത്ര, ആ കോസ്റ്റിലായിരിക്കും നമ്മൾ റെക്കോർഡ് ചെയ്യുക. അതാണ് കോസ്റ്റ് കൺസെപ്റ്റ്. അതായത് ആ കോസ്റ്റ് തന്നെ നമ്മൾ റെക്കോർഡ് ചെയ്യും എന്ന് പറയുന്നതാണ് കോസ്റ്റ് കൺസെപ്റ്റ്. നെക്സ്റ്റ് ആൻഡ് ലാസ്റ്റ് നമ്മൾ കുറച്ച് സ്പീഡിൽ പോകാം, കാരണം നമുക്ക് ഇത് തിയറി ആണ്, ഇതൊക്കെ നിങ്ങൾ ഓൾറെഡി നിങ്ങൾക്ക് അറിയാവുന്നതാണ്. നെക്സ്റ്റ് നിങ്ങൾ ഫസ്റ്റ് യൂണിറ്റില് നിങ്ങൾക്ക് അറിയാത്ത ഏതെങ്കിലും ടോപ്പിക് ഉണ്ടെങ്കിൽ നോക്കി വെച്ചോ. നമുക്ക് ഇതൊന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 1 minute നമുക്ക് എന്ത് ചെയ്യാം, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ഒന്ന് ചോദിച്ച് നമുക്ക് ക്ലിയർ ചെയ്യാം. നെക്സ്റ്റ് റവന്യൂ റിയലൈസേഷൻ കൺസെപ്റ്റ് ആണ്. എന്താ റവന്യൂ റിയലൈസേഷൻ കൺസെപ്റ്റ് എന്ന് പറയുന്നത്? അതായത് നമുക്കറിയാം 2 ബേസിസ് ഉണ്ട്, ഒന്ന് ക്യാഷ് ബേസിസ്, ഒന്ന് ഒരു ട്രാൻസാക്ഷൻ 2 രീതിയിൽ നടക്കാം. ക്യാഷ് ബേസ്, ഞാനൊരു സാധനം വിറ്റു അപ്പൊ തന്നെ എനിക്ക് ക്യാഷ് കിട്ടി, അപ്പൊ ഞാൻ അപ്പൊ തന്നെ അത് റെക്കോർഡ് ചെയ്യും. ഞാൻ സാധനം വിറ്റു അപ്പൊ തന്നെ എനിക്ക് ക്യാഷ് കിട്ടും, ഞാൻ അപ്പൊ തന്നെ ഞാൻ അതിനെ റെക്കോർഡ് ചെയ്യും. അതാണ് ക്യാഷ് ബേസിസ് എന്ന് പറയുന്നത്. അക്രൂവൽ ബേസിസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പൊ ഞാൻ കൊടുത്തിട്ടുണ്ട്, പക്ഷെ ഇപ്പൊ ക്യാഷ് ഇല്ല, കുറച്ച് കഴിയുമ്പോഴാണ്, 2 ദിവസം കഴിയുമ്പോൾ, ഒരു 10 ദിവസം കഴിയുമ്പോഴാണ് ക്യാഷ്. അത്ര അക്രൂവൽ ബേസിസും ഉണ്ടാവും. 2 സിറ്റുവേഷൻ ആയിരിക്കാം. അപ്പോ നമ്മള് എപ്പോഴാണ് ഇത് റെക്കോർഡ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാൽ, എപ്പോഴാണ് റവന്യൂ റിയലൈസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് പറഞ്ഞത്. അതായത് നമ്മൾ ട്രാൻസാക്ഷൻ നടന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ വർഷം നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ട്രാൻസാക്ഷൻ നടന്നു, അതായത് 1 ഏപ്രിൽ 2025 ഒരു ട്രാൻസാക്ഷൻ നടന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യണം, ആ വർഷത്തെ ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ് നമ്മൾ ഉൾപ്പെടുത്തിയേക്കണം. അത് ചിലപ്പോൾ നമുക്ക് ഇനി എമൗണ്ട് കിട്ടുന്നത് 1 ഏപ്രിൽ 2026 ആയിരിക്കാം,
പക്ഷെ എമൗണ്ട് കിട്ടിയ ഡേറ്റ് അല്ല, പകരം ഏത് ഡേറ്റ് ആണ് നമ്മൾ എടുക്കേണ്ടത്? നമ്മുടെ ആ ട്രാൻസാക്ഷൻ നടന്ന ഡേറ്റിനാണ് നമ്മൾ അത് റെക്കോർഡ് ചെയ്യുക അല്ലെങ്കിൽ റവന്യൂ റിയലൈസ് ചെയ്യേണ്ടത്. അത് ആ വർഷത്തെ റവന്യൂ ആണ് എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ ആണ് റവന്യൂ റിയലൈസേഷൻ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഫസ്റ്റത്തെ ഒരു ബ്ലോക്കിൽ നമ്മൾ നോക്കി വെക്കേണ്ടത്. എന്താണ് ഫസ്റ്റ് ബ്ലോക്കിൽ നമ്മൾ നോക്കി വെക്കേണ്ടത്? ഈ പറയുന്ന കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം? നമുക്ക് നോക്കി വെക്കേണ്ടതുണ്ട് അല്ലേ? അപ്പൊ ബിസിനസ് എന്റിറ്റി കൺസെപ്റ്റ്, മണി മെഷർമെന്റ് കൺസെപ്റ്റ്, ഗോയിങ് കൺസേൺ കൺസെപ്റ്റ്, അക്കൗണ്ടിംഗ് പീരിയഡ് കൺസെപ്റ്റ്, ഡ്യുവൽ ആസ്പെക്ട് കൺസെപ്റ്റ്, കോസ്റ്റ് കൺസെപ്റ്റ് ആൻഡ് റവന്യൂ റിയലൈസേഷൻ കൺസെപ്റ്റ്. എല്ലാ കൺസെപ്റ്റും ക്ലിയർ ആണോ? നിങ്ങൾക്ക് ആദ്യത്തെ ഈ 4 ടോപ്പിക് ക്ലിയർ ആണോ? പറയൂ. 4 ടോപ്പിക് നമുക്ക് ക്ലിയർ ആണോ ഇല്ലയോ? എന്താണ് എല്ലാവരുടെ അഭിപ്രായം? പറയൂ, ക്ലിയർ ആണോ ഫസ്റ്റത്തെ 4 ടോപ്പിക്? ഫസ്റ്റത്തെ 4 ടോപ്പിക് നിങ്ങൾക്ക് ക്ലിയർ ആണോ? ഓക്കെ ആണല്ലേ? അപ്പോ ഫസ്റ്റ് ബ്ലോക്കിലെ ഫസ്റ്റ് യൂണിറ്റ് 1 നിങ്ങൾ എന്ത് ചെയ്യാണ്? ഈ കാര്യങ്ങളാണ് നിങ്ങൾ നോക്കുന്നത്. ഇതിൽ കൂടുതൽ ഇനി ലാസ്റ്റ് ടൈമിലോട്ട് നിങ്ങൾ ചിലപ്പോൾ പഠിച്ച് നല്ല രീതിയിൽ സെറ്റ് ചെയ്ത് വെച്ചവരുണ്ടായിരിക്കും. അപ്പൊ ഈ 4 പോയിന്റുകൾ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്, ഈ 4 ടോപ്പിക് നിങ്ങൾക്ക് പറയാൻ കിട്ടുന്ന നോക്കാം. ഈ 4 ടോപ്പിക്കിൽ എന്തൊക്കെയാണ് നോക്കി വെക്കേണ്ടത് ഞാൻ പറഞ്ഞു. ഇത് മാത്രം ഫൈനൽ ആയിട്ട് നോക്കാം. ഓക്കെ, ഓൾറെഡി പഠിച്ചിട്ടുള്ളവരാണെങ്കിൽ ഫൈനൽ. ഈ പഠിക്കാത്തവരാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങൾ നോക്കി വെക്കേണ്ടത് ഈ 4 ടോപ്പിക് മാത്രമാണ്. നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ്സിന് ശേഷം നിങ്ങളുടെ കമ്മ്യൂണിറ്റി ചാനലിലൂടെ ഇതിന്റെ നോട്ട്സും കൂടി നിങ്ങൾക്ക് തരുന്നതായിരിക്കും. ഇപ്പൊ ഇവിടെ നമ്മൾ ക്ലാസ് എടുക്കുന്ന നോട്ട്സ് നിങ്ങൾക്ക് എന്ത് ചെയ്യും? അവിടെ പ്രൊവൈഡ് ചെയ്യും. അപ്പൊ അതുകൂടി നോക്കിയിട്ട് നിങ്ങൾ പഠിക്കുക. അപ്പൊ നിങ്ങൾക്ക് കൂടുതലായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റും.